മലയാള സിനിമാ സംഘടനയിൽ നിന്നും രാജിവെച്ചവർ അമ്മമ്മ എന്ന പുതിയ സംഘടനയ്ക്ക് രൂപം നൽകി. കൊള്ളാലോ. അങ്ങനെയാണ് നമ്മുടെ അമ്മമ്മക്ക് കിട്ടുമല്ലോ ചാൻസ്. പണ്ടത്തെ നടിയല്ലേ അമ്മമ്മ. അമ്മമ്മ അല്ല, ഇനിയിപ്പോൾ അമ്മമ്മേനെങ്ങനെ പണ്ട് ആരെങ്കിലും വാതിൽ മുട്ടിയിട്ടുണ്ടാവോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനും വയറില്, അമ്മമ്മയും വയറില്. അമ്മമ്മേ, ശ്രീലകം വാഴുന്ന ദേവി, പ്രാണമന്ത്രമുണർത്തുന്ന ദേവി. അമ്മമ്മേ ഇങ്ങോട്ട് വാ, വലിയൊരു കോളുണ്ട്. എന്നാ മോനെ, ക്ഷേമ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു ന്യൂസ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നില്ലേ? ഞാൻ തീ കണ്ടോണ്ടിരിക്കുന്നേ. കാര്യം അറിയാലോ. ഓ അല്ല, അമ്മമ്മ ആരെങ്കിലും മുട്ടിയിട്ടുണ്ടോ? ഞാൻ മുട്ടാൻ അതല്ല, അമ്മമ്മയെ ആരെങ്കിലും വന്ന് വാതിൽ മുട്ടിയിട്ടുണ്ടോ? പിന്നെ ഒരുപാട്. അല്ല, ഏതെങ്കിലും ഒരു പേര് പേരെന്ന് പറഞ്ഞ അങ്ങനെ ഓർമ്മയൊന്നും ഇല്ലല്ലേ. അത് എന്നാലും ഒരു ഭാസ്കരൻ. ഭാസ്കരൻ വിലാസിനി മേഡത്തിന്റെ നിരവധി സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? 30 വർഷം മുമ്പ് ഏത് സിനിമയുടെ സെറ്റിൽ വെച്ചാണ്, ഏത് ലോഡ്ജിൽ വെച്ചാണ്, ഏത് നടനാണ് വാതിൽ മുട്ടിയത്? മേഡം, നിങ്ങൾ സിനിമയിൽ സജീവമായിരിക്കുന്ന സമയത്ത്, ഭാസ്കരൻ അതല്ല, നിങ്ങൾ സിനിമയിൽ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ ഡോർ ആരെങ്കിലും മുട്ടിയിട്ടുണ്ടോ? സംവിധായകൻ, തിരക്കഥാകൃത്ത്, പ്രൊഡ്യൂസർ ആരെങ്കിലും ഉണ്ട്? പറയൂ മേഡം, പറയൂ. നിങ്ങൾ ഈ പറഞ്ഞ സിനിമാ നടനോ പ്രൊഡ്യൂസറോ ഒന്നുമല്ല എന്റെ വാതിലിന് മുട്ടിയത്. പിന്നെ ആരാണ്? ഒരു പ്രമുഖ ചാനലിലെ പ്രമുഖ റിപ്പോർട്ടറാ. പോയാ മോനെ, ഇവർക്ക് സിനിമാക്കാര് മാത്രമേ വേണ്ടൂ.